മലാഗയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അൽക്കസാബയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു വശത്ത് നഗരം, മറ്റൊരു വശത്ത് സമുദ്രം. ഇതിൻ്റെ രണ്ടിനും നടുക്കുള്ള ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഏറ്റവും വലിയ ഒരു അൽക്കസാബയാണിത്. 11-ാം നൂറ്റാണ്ടിൽ പണി തുടങ്ങി 14-ാം നൂറ്റാണ്ടോടുകൂടി പണി പൂർത്തിയാക്കി പലതവണ പുനർനിർമ്മിച്ച ഒരു അൽക്കസാബയാണിത്. അൽക്കസാബ എന്നാൽ സ്പാനിഷ് ഭാഷയിൽ കൊട്ടാരവും കോട്ടയും ഉൾപ്പെട്ട പ്രദേശം എന്നാണ് അർത്ഥം. ഒരുപാട് അൽക്കസാബകൾ സ്പെയിനിലുണ്ട്. അതിൽ ഏറ്റവും നന്നായി സംരക്ഷിച്ചിട്ടുള്ള ഒരു അൽക്കസാബയാണ്. സ്പെയിനിൻ്റെ തെക്കൻ തീരത്ത് പൊൻവെയിലിൽ കുളിച്ചു നിൽക്കുന്നു മനോഹര നഗരമായ മലാഗ. നൂറ്റാണ്ടുകളുടെ ചരിത്രം ഒറ്റ കുന്നിൻ ചെരുവിൽ തിരശ്ചീനമായി അടുക്കി വെച്ചിരിക്കുന്നു അൽക്കാസബയിൽ. 1000-ലേറെ വർഷങ്ങളായി ഈ നഗരത്തിന്റെ ഹൃദയസ്പന്ദനമായി തലയുയർത്തി നിൽക്കുന്ന പ്രൗഢഗംഭീരമായ കൊട്ടാരക്കോട്ടയാണ് മലാഗയിലെ അൽക്കാസബ. ഗിബ്രാൾഫാരോ കുന്നിൻ മുകളിൽ തന്ത്രപ്രധാനമായ സ്ഥാനത്ത് ഈ കോട്ട പടുത്തുയർത്തിയിരിക്കുന്നു. മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്കും തിരക്കേറിയ തുറമുഖത്തിലേക്കും മുഖം നോക്കി നിൽക്കുന്നു സ്പെയിനിലെ ഏറ്റവും വലിയ അൽക്കാസബ. അൽക്കാസബയുടെ ചരിത്രം അതിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന റോമൻ തിയേറ്ററിൽ തുടങ്ങുന്നു. AD 1-ാം നൂറ്റാണ്ടിൽ അഗസ്റ്റസ് ചക്രവർത്തിയുടെ ഭരണകാലത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ഏകദേശം 300 വർഷത്തോളം ആട്ടവും പാട്ടും ആരവവും ആൾക്കൂട്ടവുമായി റോമൻ തിയേറ്റർ സജീവമായിരുന്നു. പിന്നീട് തിയേറ്റർ വിട്ട് കല പാട്ടിന് പോയപ്പോൾ അനാഥമായി കിടന്ന കല്ലുകളും തൂണുകളും മുസ്ലിം ഭരണാധികാരികൾ ഇളക്കി കോട്ട പണിതു എന്നതാണ് കൗതുകകരമായ ചരിത്രം. കാലെ അൽക്കസബില്ല എന്ന വഴിയിലൂടെ പ്രധാന കവാടം കടന്നെത്തുന്നത് ഇസ്ലാമിക് സൈനിക വാസ്തുവിദ്യയുടെ ഒരത്ഭുത ലോകത്തേക്കാണ്. ശത്രു മുന്നേറ്റം പ്രതിരോധിക്കാൻ പ്രത്യേക രീതിയിൽ 90 ഡിഗ്രി വളഞ്ഞ പ്രവേശന കവാടങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്യൂർട്ട ഡി ലാസ് കൊളംനാസ് എന്ന കവാടം റോമൻ തിയേറ്ററിൽ നിന്നെടുത്ത മാർബിൾ തൂണുകളാൽ നിർമ്മിച്ചതാണ്. പഴമ തളം കെട്ടി നിൽക്കുന്ന അൽക്കാസബയിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ആധുനിക മലാഗ സിറ്റി ഹാളിന്റെ മനോഹരമായ കാഴ്ച. BC 570-ാം ആണ്ടിലാണ് ഇവിടെ ജനവാസം അല്ലെങ്കിൽ ഈ നഗരം സ്ഥാപിതമായത് എന്നാണ് കരുതപ്പെടുന്നത്. അതിനുശേഷം ഇവിടെ ഇസ്ലാമിക ഭരണമുണ്ടായി, ക്രൈസ്തവ ഭരണമുണ്ടായി, അതുപോലെ ഒരുപാട് രാജവംശങ്ങൾ, റോമാക്കാർ വന്ന് ഭരിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് രാജവംശങ്ങൾ ഭരിച്ച് പോയ ഒരു സ്ഥലമാണ്. തന്ത്രപ്രധാനമായ ഒരു സ്ഥലം എന്ന നിലയിലാണ് ഈ പ്രദേശത്ത് ഇത്ര വലിയ ഉയരത്തിൽ, ഈ കുന്നിന് മുകളിൽ ഇത്ര മനോഹരമായ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയുടെ പ്രതിരോധ മതിൽക്കെട്ടുകൾക്കപ്പുറം ആഡംബരപൂർണമായ നസ്രിഡ് കൊട്ടാര മേഖലയാണ്. 13-ഉം 14-ഉം നൂറ്റാണ്ടുകളിലെ അതിമനോഹരമായ പ്ലാസ്റ്റർ വർക്കുകളും കൊത്തുപണികളും തനിമ ചോരാതെ ഇവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. പാഷ്യോ ഡി ലോസ് ഹോർട്ടിഡോസ് നീരുറവകളുടെ അങ്കണമാണ്. കഠിനമായ ചൂടിൽ നിന്ന് രക്ഷ നേടാനും ഇളവേൽക്കാനും വെള്ളവും പച്ചപ്പും നിറച്ചൊരുക്കിയ ഇടമാണിത്. ഒരു കടൽ ജീവിയുടെ രൂപത്തിൽ ചുവരിൽ പണിതിരിക്കുന്ന ഈ നീരുറവ ഇസ്ലാമിക കലാപാരമ്പര്യത്തിന്റെ മികച്ച ഉദാഹരണമാണ്. അൽക്കാസബയെയും കുന്നിൻ മുകളിലെ ഗിബ്രാൾഫാരോ കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുരക്ഷിതമായ മതിൽക്കെട്ടാണ് ലാ കൊറാച്ച. മുകളിൽ ഗിബ്രാൾഫാരോ കോട്ട തലയുയർത്തി നിൽക്കുന്നു. അൽക്കാസബ ഭരണസ്ഥിരാകേന്ദ്രമായിരുന്നുവെങ്കിൽ ഗിബ്രാൾഫാരോ നഗരത്തിന്റെ പരമമായ പ്രതിരോധ കവചമായിരുന്നു. അൽക്കാസബയുടെ കിഴക്കുഭാഗത്ത് സ്പെയിനിലെ കാളപ്പോരിന്റെ ചോരയിൽ കുതിർന്ന ചരിത്രമുള്ള ലാ മലഗേറ്റ ബുൾറി. ചോരപ്പോരിന്റെ ഇടവേളകളിൽ ഇവിടെ ഫോട്ടോഷൂട്ട് ഇപ്പോൾ നടക്കുന്നു. ചരിത്രവും വാസ്തുവിദ്യയും മലാഗയുടെ സാംസ്കാരിക ഗരിമയിലൂടെ സമ്മേളിക്കുന്ന മഹാകോട്ടയാണ് അൽക്കാസബ.